മുസ്ലിം ലീഗ് അടിയന്തര യോഗം ഇന്ന് മലപ്പുറത്ത് ചേരുന്നുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് യോഗം. ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ ലീഗിന്റെ പ്രധാന നേതാക്കൾ പങ്കെടുക്കും. 10-ന് പാണക്കാടാണ് യോഗം ചേരുക. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ അനന്തമായി നീളുന്നു. ഒപ്പം തന്നെ ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. വി ഡി സതീശനായി മുറവിളി കൂട്ടുന്നുണ്ട്. ഇതിനിടെയാണ് നിർണായകമായ യോഗം. 10 മണിക്കാണ് യോഗമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെ ചർച്ചകൾ ഉരുത്തിരി? രാഖി, വിനോദ്, മലപ്പുറത്ത് രാവിലെ 10 മണിയോടെയാണ് മുസ്ലിം ലീഗിന്റെ അടിയന്തര യോഗം ചേരുക. ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചത്. നിലവിൽ ഇപ്പോഴും UDF മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി മുസ്ലിം ലീഗ് ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നത്. പ്രധാനമായും ഇതുതന്നെയാണ് അതിലെ ചർച്ചാ വിഷയം. അതോടൊപ്പം തന്നെ നിലവിൽ ഈ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആർക്ക് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു കൗണ്ടിങ്ങിന് ശേഷം, അതായത് റിസൾട്ട് വന്നതിന് ശേഷമുള്ള ലീഗ് നേതൃത്വത്തിൻ്റെ ആദ്യ യോഗം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രാധാന്യം യോഗത്തിന് ഉണ്ട്. പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ തീരുമാനിക്കുക, അതോടൊപ്പം തന്നെ MLA-മാരുടെ മറ്റ് സത്യപ്രതിജ്ഞ, തുടർന്നുള്ള മറ്റ് നടപടികൾ, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുക തുടങ്ങിയവയാണ് പ്രധാനമായും ഈ യോഗത്തിൽ ഉണ്ടാവുക. സാദിഖ് അലി തങ്ങൾ, അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ ഇതുവരെ കോൺഗ്രസ് തിരഞ്ഞെടുത്തിട്ടില്ല. അതിലുള്ള ലീഗിൻ്റെ ഒരു അതൃപ്തി അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം VD സതീശിനു വേണ്ടി മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ചരടുവലി ആരംഭിച്ചിരുന്നു. അത് കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ദേശീയ നേതൃത്വം കൃത്യമായൊരു നടപടി സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായൊരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി മുസ്ലിം ലീഗ് ഒരു യോഗം ചേരാൻ തീരുമാനിച്ചതും ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അത് കോൺഗ്രസിനെ അറിയിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അടിയന്തര യോഗം ചേരുന്നു. VD സതീശിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അവർ കൃത്യമായി തന്നെ പല സമയങ്ങളിലും പല വേദികളിലും പല നേതാക്കളോടും അത് കൃത്യമായി തന്നെ അവർ പറഞ്ഞിരുന്നു. മലബാറിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് അവർ ഫ്ലക്സുകൾ വെച്ചിരുന്നു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫ്ലക്സുകൾ പല ഇടങ്ങളിലും വെച്ചിരുന്നു. അതായത് പലയിടങ്ങളിലും VD സതീശിനു വേണ്ടി ഇത്തരത്തിൽ സമരങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ VD സതീശിനു വേണ്ടി പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗ് നേതാക്കളും അതിൻ്റെ പ്രവർത്തകരുമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ കൂടുതൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ അജണ്ടകൾ UDF മന്ത്രിസഭയിൽ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി VD സതീശനെ പിന്തുണയ്ക്കാനുള്ള ഒരു കാരണം. കൃത്യമായി ന്യൂനപക്ഷ അജണ്ട ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർക്ക് കൃത്യമായി ന്യൂനപക്ഷ വികസനം എന്നുള്ള ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ട കൃത്യമായി നടപ്പാക്കണമെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി വെറും കാവൽ മുഖ്യമന്ത്രിയായി ഭരണം മുസ്ലിം ലീഗിന് കൈയാളാൻ കഴിയും എന്നുള്ളത് അവർ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. മുൻകാല ചരിത്രവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശിനെ പോലെ ഒരു ഇസ്ലാമികമായ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടുന്ന, അവർക്ക് വേണ്ടി അനുകൂല നിലപാടെടുക്കുന്ന VD സതീശിനെ പോലുള്ള ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ പരിഗണിക്കുന്നത്. ലീഗ് നിലപാട് കടുപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോയപ്പോൾ ലീഗ് പറഞ്ഞത് ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ, ഞങ്ങൾ ആരെ വേണമെങ്കിലും പിന്തുണച്ചോളാം എന്നൊക്കെയായിരുന്നു. അതൊക്കെ വെറും പറച്ചിലാണ് എന്നുള്ളതാണ്.